അപ്പോൾ പ്രീതിയുടെ സോഡിയാക് എന്ന മോഡലിൻ്റെ ഡെമോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെമോ നടത്തുന്ന ആളുടെ പേരെന്താണ്? ഓക്കെ, ഡിക്രൂസ് ഫ്രം പ്രീതി. ഇതാണ് മാസ്റ്റർ ഷെഫ് ജാർ. ഓക്കെ, ഇതിനകത്തിൽ ഇത് അറ്റാച്ച്മെന്റ് ഹോൾഡർ ഉണ്ട്. അതിൽ പ്ലേസ് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. ഇത് സ്ലൈസിങ്ങിന്റെ ബ്ലേഡ്. ഇതിനകത്ത് 5 ഓപ്ഷൻസ് ആണ്. ഇത് സ്ലൈസിങ്ങിന്റെ ബ്ലേഡ്. നമ്മളിവിടെ ലോക്ക് ചെയ്യുന്നു, ഇതിൽ പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ ലിഡ്, ഇതിന്റെ പുഷർ. ഇനി എന്താണ് സ്ലൈസ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇതുവഴി പ്ലേസ് ചെയ്യുക. ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തു, ഇട്ടു, പ്രസ് ചെയ്യുന്നു. വളരെ നയനമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ തിന്നായിട്ടുണ്ട്. സോറി, വളരെ തിന്നായിട്ടുണ്ട്, വളരെ തിന്നായിട്ടുണ്ട്. ഒരു ക്യാരറ്റ്, നമ്മൾ കട്ട് ചെയ്ത ക്യാരറ്റാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കണ്ടത് ഒരെണ്ണം തിന്നു അവിടെ. സൂപ്പറായിട്ട്. സംഭവം കീടനാശിനിയാണെങ്കിലും നന്നായിട്ടുണ്ട്. സത്യമായിട്ടും എവിടുന്നോ ആരോ മധുരം ഇട്ട പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലല്ലേ രാവിലെ വരുമ്പോ. ഇനി ഇത് മാറ്റി, ബ്ലേഡ് മാറ്റി, നമ്മള് ഇതിപ്പോ സ്ലൈസിങ്ങിന് വേണ്ടിട്ട് മാത്രമാണ്. നൈസായിട്ട് കേട്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ? അടുത്ത ബ്ലേഡ് നമ്മൾ ഇടാണ്. ചോപ്പർ ബ്ലേഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അടുത്തത് ഇത് ഗ്രേറ്റിംഗ്. ഗ്രേറ്റിംഗിന്റെ ബ്ലേഡ്. ഗ്രേറ്റിംഗ് അല്ല, ഗ്രേറ്റിംഗ്. തോരൻ ഉണ്ടാക്കും. ഇങ്ങനെയാണ് ബ്ലേഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. പഴയ പോലെ തന്നെ ലിഡ് ലോക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണോ ഗ്രേറ്റ് ചെയ്യാനുള്ളത് അതിനുള്ളിൽ ഇട്ടു. ക്യാരറ്റ് തന്നെ ആയിക്കോട്ടെ, ഒരു പീസ് ക്യാരറ്റ് നമ്മൾ ഇട്ടു. വീണ്ടും പഴയ പോലെ നമ്മൾ പ്രസ് ചെയ്തു. ഓൺ ചെയ്യാണ്. ഓൺ ചെയ്തു. വളരെ പെട്ടെന്ന്. ആഹാ, നൈസായിട്ട്. സൂപ്പർ സൂപ്പർ. അയ്യോ, വളരെ വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. സൂപ്പറൊക്കെ. മറ്റേ ഇത് തോരൻ വാരി തിന്നാൻ തോന്നുന്നു. ഗ്രേറ്റിംഗ് ആണ്. സൂപ്പറായി. താങ്കൾ പോളിടെക്നിക് പഠിച്ച ആളാണോ അളന്ന് മുറിക്കാൻ? സ്ലൈസിങ്ങും ഗ്രേറ്റിങ്ങും നമ്മൾ ആദ്യം ചെയ്തത് ഈ ബ്ലേഡ് ഇട്ടിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തു. സ്ലൈസിന്റെ ബ്ലേഡ് ഇട്ട് നമ്മൾ ആദ്യം സ്ലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തു, അതായത് നമ്മൾ അരിഞ്ഞെടുത്തു ചെറിയ രീതിയിൽ. ഇനി നമ്മൾ ചെയ്യുന്നത് ചോപ്പിംഗ്. ചോപ്പിംഗ് ബ്ലേഡ് നമ്മൾ ഇട്ടിരിക്കുകയാണ്. പച്ചക്കറികളും ബാക്കിയെല്ലാം നമ്മൾ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലേഡ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ചോപ്പിംഗ് ബ്ലേഡ്. ഒരു കഷ്ണം ക്യാബേജ് ആണ് ഇടുന്നത് കേട്ടോ. ഒരു കഷ്ണം ക്യാബേജ് ഇട്ടു. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ ലിഡ് ലോക്ക് ചെയ്തു. ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടോ? അത് ഇത് എപ്പോഴും ഇട്ടിട്ടുണ്ടല്ലോ ലോക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് തെറിച്ച് പോരും. ഓക്കെ, നമ്മൾ സാധാരണ ഇടുമ്പോൾ ലിഡ് ഇട്ടു, മുകളിൽ ഇട്ട് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മള് ചോപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ യൂസ് ചെയ്യുന്നത് പൾസ് മാത്രമേ യൂസ് ചെയ്യൂ. പൾസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പ്രീതിയുടെ സോഡിയാക് എന്ന് പറഞ്ഞ മോഡലാണ്. ഫ്രണ്ട് പാനൽ വ്യൂ എടുക്കാൻ മറന്നുപോയി. പ്രീതിയുടെ സോഡിയാക് എന്ന് പറഞ്ഞ മോഡാണ്. നമ്മൾ പൾസിലാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, പൾസിലാണ്. അതായത് പല മിക്സികളിൽ ഇഞ്ചെന്നൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. ഇഞ്ചെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പൾസാണ് നമ്മൾ
മൂന്ന് പൾസിലാണ്. ഇനി 3 പൾസിലാണ് നമ്മൾ ചെറുതാണെങ്കിൽ ചെറുതായി 5 പ്രാവശ്യമാണ് ഇതിൽ പൾസ് ചെയ്തിരിക്കുന്നത്. അതാ വളരെ കനം കുറഞ്ഞ രീതിയിൽ ഇത് സ്ലൈസ് ആയിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പാണ്. ഏകദേശം എല്ലാം ഈക്വൽ സൈസ് തന്നെയാണല്ലേ വരുന്നത്. ഈക്വൽ സൈസ് തന്നെയാണ് ഇത്. അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഫ്രൈഡ് റൈസിനൊക്കെ ബെസ്റ്റ്. ഇതൊക്കെ ഫ്രൈഡ് റൈസിന് ബെസ്റ്റ് സാധനമാണ്. ആഹാ, അങ്ങനെ നമ്മൾ ക്യാരറ്റിന്റെ 2 വകഭേദങ്ങൾ നമ്മളിവിടെ കണ്ടു. സ്ലൈസ് ചെയ്തു. നമ്മൾ വളരെ കുറഞ്ഞ നീളത്തിൽ, അതായത് കുറഞ്ഞ കനത്തിൽ നീളത്തിൽ നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമതായിട്ട് ക്യാബേജ് ആണ്. ക്യാബേജ് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് തോരൻ വെക്കാൻ, പിന്നെ ഫ്രൈഡ് റൈസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ്, അതെ, ചോപ്പിങ്ങിനുള്ള ബ്ലേഡ് ആണ് ഇത് കാണുന്നത്. ചോപ്പിങ്ങിനുള്ള ബ്ലേഡ് ആണ്. പിന്നെ ക്യാബേജ് മാത്രം ഇട്ടൊന്നേ ഉള്ളൂ. അതിലെല്ലാം നമുക്ക് ഈ പറയും പോലെ തന്നെ ക്യാരറ്റും സവോള, ഈ ഇരിക്കുന്ന കൈപ്പയ്ക്ക അഥവാ പാവയ്ക്ക എല്ലാം നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ബ്ലേഡ് വീണ്ടും അത് തന്നെ സവോളയും കൂടെ നമ്മൾ നോക്കുകയാണ്. ഇപ്പം ചെയ്ത രീതിയിൽ തന്നെ സെയിം ബ്ലേഡ് നമ്മൾ ഇട്ടിട്ട് വീണ്ടും ഒരു സവോളയാണ് നമ്മൾ ഇടുന്നത്. വീണ്ടും ആള് പൾസ് ചെയ്തിരിക്കുകയാണ്. പൾസ് ചെയ്തുന്ന സമയത്ത് 3 പൾസിലാണ് ഒരു സവോള, ഒരു ഫുൾ സവോളയാണ് നമ്മൾ കട്ട് പോലും ചെയ്തിട്ട് ഫുൾ സവോളയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതെ, ഒരു ഭീമാകാരനായ സവോള. ആ സവോള നമ്മൾ വളരെ മനോഹരമായിട്ട് നമ്മൾ അതിനകത്ത് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി നല്ല ചെറിയ രീതിയിൽ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ എല്ലാം നല്ല യാത്രാകാരനെ പോലെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു സംശയം ഇനി ബാക്കി അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അടുത്ത ആട്ടാനീഡർ. നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചപ്പാത്തി അല്ലെ, ചപ്പാത്തിക്കല്ലേ നമ്മളിപ്പോൾ കുഴയ്ക്കാൻ പോകുന്നത്? അതെ, ചപ്പാത്തി. നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പാത്തിക്ക് ആട്ട നമ്മൾ എങ്ങനെ നീഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആട്ട നമ്മൾ എങ്ങനെ കുഴച്ചെടുക്കാം എന്നുള്ളതാണ് എനിക്ക് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ആട്ട നമ്മൾ അളവിനിട ഒരു ആട്ടാനീഡർ. ഇതിനകത്ത് ഒരേ സമയം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കപ്പ് ആട്ട നമുക്ക് നീഡ് ചെയ്തെടുക്കാം. 2 കപ്പ് ആട്ട നമ്മൾ ഡെമോ നമ്മൾ 1 കപ്പാണ് കാണിക്കുന്നത്. 2 കപ്പ് അറ്റ് എ ടൈം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ മെഷർമെന്റ് കപ്പ്. ഓക്കെ, നമ്മൾ ഫസ്റ്റായിട്ട് 1 കപ്പ് ആട്ട നമ്മൾ ഫുള്ളായിട്ട് 1 കപ്പ് ആട്ട നമ്മൾ അതിനകത്ത് ഇടുകയാണ് കാണാൻ വേണ്ടിയിട്ട് മാത്രം. 1 കപ്പ് ഫുള്ള് ആട്ട നമ്മളതിൽ ഉപയോഗിക്കുകയാണ്. കപ്പ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. കപ്പ് നിറഞ്ഞു. ഒരു ഫുൾ കപ്പ് ആട്ടയാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഇടും പോലെ വെറുതെ അലസ്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് ആട്ട നമ്മൾ അതിനകത്ത് ഇട്ടു. ഇത് നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഉപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ഉപ്പ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു പൾസ് ചെയ്യാം. ഓക്കെ, മിക്സ് ആയി. ഇനി ഇതിനകത്ത് വെള്ളം ചേർക്കണം. പക്ഷെ നമ്മൾ ആട്ട ഇട്ടതിന് ശേഷം വെറുതെ ഒന്ന് പൾസ് ചെയ്യാം കേട്ടോ. പൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിതാ ഈ ബട്ടൺ റിവേഴ്സ്, അതായത് ഈ ബട്ടൺ റിവേഴ്സ് ഒന്ന് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ജാറിൻ്റെ അകത്ത് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. 1 കപ്പ് ആട്ട എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പകുതി കപ്പ് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യണം. ഈ കപ്പിൽ 1 കപ്പ് ആട്ട എടുക്കുമ്പോൾ അതിൽ നമ്മൾ പകുതി, അതായത് ഒരു ഹാഫ് കപ്പ് നമ്മൾ വെള്ളം എടുക്കണം. അതാണ് അതിന്റെ കണക്ക്. കണ്ടോട്ടെ, നമ്മൾ പകുതി കപ്പ് വെള്ളം എടുക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ 1 കപ്പ് ആട്ടയ്ക്ക് പകുതി കപ്പ് വെള്ളം നമ്മൾ എടുക്കുകയാണ്. വെള്ളം അതിനകത്ത് മൊത്തം ഒഴിക്കുകയല്ല, നമ്മൾ പതുക്കെ ഒഴിക്കാം. അതെ അല്ലേ, നമ്മൾ വെള്ളം നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ട് വെള്ളം നമ്മൾ അതിലേക്ക് ഡ്രോപ്പായിട്ട് നമ്മൾ കൊടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്. കേട്ടോ, നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രൈൻഡിങ് നടക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നുണ്ട് ഗ്രൈൻഡിങ്
ചപ്പാത്തിക്കുള്ള മാവാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിക്കുള്ള മാവ് ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മിക്സ് ആകുമ്പോൾ അങ്ങനെ ബോൾ രൂപത്തിൽ വരും അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആട്ട മാവാണ്. ഇതിപ്പോൾ നമ്മൾ മിക്സായിട്ട് ഒരു ബോൾ രൂപത്തിൽ ഇപ്പം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. ഒരു ചപ്പാത്തിക്കുള്ള 1 കപ്പ് മാവിന് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് അതിൻ്റെ കണക്ക്. ലൂസാവും ചിലപ്പോൾ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ ലൂസാവും. അതെ അതെ. എണ്ണ മിക്സ് ചെയ്യാൻ പറ്റില്ല. എണ്ണ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൗഡർ അത് അല്ലെങ്കിൽ ഇപ്പോൾ ജാറിൽ പിടിച്ചിരിക്കുന്ന അതുപോലുള്ള ഈ വേസ്റ്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് പൗഡർ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സൈഡ് വേസിൽ കുറച്ച് ഓയിൽ, നമ്മൾ സാധാരണ വെളിച്ചെണ്ണ മതി, സൈഡിൽ ഈ സൈഡുകളിൽ വരിപ്പിൽ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ റൗണ്ട് ചെയ്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല. സൈഡിൽ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം വളരെ വൃത്തിയായിരിക്കും എന്നാണ് പറയുന്നത്. ആയിട്ടുണ്ട്. ഒരു ബോൾ രൂപത്തിലാണ് നമുക്കത് മാവ് കിട്ടിയിട്ടുള്ളത്. മാവ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഈ ജാറിലെ അവസാനത്തെ യൂസ് പറയുന്നത് സിട്രസ് ജ്യൂസറാണ്. അതെ, പ്രീതി സോഡിയാക്ക് എന്ന് പറഞ്ഞ മോഡൽ അവസാന ഘട്ടമായ സിട്രസ് ജ്യൂസ്, അതായത് നമുക്ക് ഓറഞ്ച്, നാരങ്ങ, അതെ അതെ, ഇത് നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഓറഞ്ചൊക്കെ നമ്മൾ മൂസമ്പിയൊക്കെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി അല്ലേ? ഉള്ളിൽ ഷാഫ്റ്റ് ഉണ്ട്. സിട്രസ് ജ്യൂസിന് മുമ്പായിട്ട് നമ്മൾ ഉള്ളിൽ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. കട്ട് ചെയ്തിട്ട് എല്ലാം അതിനുള്ളിൽ ഉണ്ടാവും അല്ലേ? മെയിനായിട്ട് നമുക്ക് നാരങ്ങ, മുസമ്പി, അതല്ലെങ്കിൽ ഓറഞ്ച്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ജ്യൂസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത്. വേസ്റ്റ് എല്ലാം ഈ ട്രേയിൽ തന്നെ ഉണ്ടാവും. വേസ്റ്റ് അതിൻ്റെ സീഡ്സ് ഒക്കെ ട്രേയിൽ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് സിട്രസ് ജ്യൂസറിൻ്റെ ഡെമോ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഓറഞ്ച് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അത്. സ്ലൈസർ ഏതാ? പാവയ്ക്ക? ഞങ്ങൾ പാവയ്ക്കെന്ന് പറയുള്ളൂ. സാധാരണ കയ്പയ്ക്ക പറയുന്നത് മലപ്പുറം ഭാഗത്തേക്കാണ്. അതെ, ഈ ഭീകര ജീവിയാണ്, ഈ സാധനമാണ് നമ്മൾ പാവയ്ക്കാന്നും കയ്പയ്ക്കാന്നൊക്കെ പറയും. നമ്മളൊരു ഫുള്ള് പാവയ്ക്ക എടുത്ത് 2 പീസാക്കിയിട്ട് നമ്മളതിൽ വീണ്ടും സ്ലൈസ് ചെയ്യാനുള്ള സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. എല്ലാം നമ്മൾ ഫസ്റ്റ് സ്പീഡിലേ ഇടുന്നുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാത്തിനും ഫസ്റ്റ് സ്പീഡ് ധാരാളമാണ്. ഒറ്റ സ്പീഡിൽ ഉപയോഗിച്ചാൽ മതി. നമ്മൾ കുരു കളയാത്തത് കൊണ്ടാണ്. ശരിക്കും നമ്മൾ കുരു കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കുരു അതിനകത്ത് അറിയില്ല. കണ്ടില്ല, വളരെ കറക്റ്റ് സ്ലൈസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഒരു സ്ലൈസ് വളരെ കനം കുറഞ്ഞ, തിക്ക് കുറഞ്ഞ സ്ലൈസ് ആയിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. അതെ, ക്യാരറ്റ് വന്നതുപോലെ ക്യാരറ്റ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത പോലെ കിട്ടേണ്ടതാണ്. വീണ്ടും നമ്മളൊരു വലിയ കഷ്ണം കയ്പയ്ക്ക ഇട്ട് കൊടുക്കണം. അതെ, ഇതാണ് സൂപ്പറായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ അത് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, സൈഡ് വേസിൽ വീണു. അതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത്. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് ശരിക്കും ആ കയ്പയ്ക്കയുടെ അതേ ഷേപ്പിൽ തന്നെ അത് സ്ലൈഡായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഡെമോ ചെയ്ത ആള് കണ്ടോളൂ. ഇതിടെ നമ്മുടെ